അതുകൊണ്ടാ സാമൂലെ ഞാൻ നിന്നോട് പറയുന്നത് നീ ഇനി മേലി കുടിക്കരുതെന്ന്. നീ എന്നെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞാലും അത് കർത്താവിന് എതിരാ കുഞ്ഞെ. അപ്പൊ നീ ചോദിക്കും കർത്താവ് കുടിച്ചിട്ടില്ലേ അച്ചോന്ന്. അതാണല്ലോ നിന്റെ ഒരു രീതി. സത്യത്തിൽ നീ മദ്യത്തെ കുടിക്കുകയല്ലോ സാമൂലെ, മദ്യം നിന്നെ കുടിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ടോ നീ നാട്ടുകാരോട് വഴക്കുണ്ടാക്കുന്നു, അവരുടെ തല്ലുകൊള്ളുന്നു. ആ അരിശം തീർക്കാൻ നീ വീട്ടിൽ വന്ന് ഇവളെ തല്ലുന്നു, പിള്ളേരെ തല്ലുന്നു. മദ്യം സാമൂഹികവും കുടുംബപരവുമായൊരു തിന്മയാണെന്ന് നീ തിരിച്ചറിയണം. മനസ്സിലായോ സാമൂലെ? മനസ്സിലായച്ചു. എന്നാ നീ കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യം ചെയ്യോ, ഇനി നീ കുടിക്കില്ലെന്ന്. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ലാന്ന് സത്യവാചക ഏറ്റു പറ സാമൂലെ. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ലാന്ന് പറ. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ല എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് സത്യം, സത്യം, സത്യം. ഇത് സത്യം, സത്യം, സത്യം. Cheers. കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം. നിങ്ങൾ രണ്ടാളുമായിരുന്നു സ്കൂളിൽ ഞങ്ങൾ ജൂനിയേഴ്സിന്റെ റോൾ മോഡൽസ്. പുല്ലാനിക്കാട്ടിലും തോട്ടറുപ്പിലും ഒക്കെ നിങ്ങൾ ഇങ്ങനെ പുല്ലിയത്തുകാരികളുടെ പുറകെ പമ്മി നടന്ന കഥയൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾ രോമാഞ്ചം കൊണ്ടിങ്ങനെ നിൽക്കും. അല്ല, പണത്തിനും പ്രൗഢിക്കൊന്നും ഒരു കുറവില്ലായിരുന്നല്ലോ ജോയിക്ക്. അന്നും പഠിത്തത്തിലൊക്കെ 2ാം സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ചാച്ചൻ അല്ലെങ്കിലും ഞാൻ പഠിക്കാൻ പോകുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞത്, നീ ഇനി മറുഭാഷയൊന്നും പഠിക്കാൻ പോകണ്ട, ഇവിടെ എത്രയെന്തെല്ലാം കാര്യങ്ങൾ കിടപ്പുണ്ട്, അതൊക്കെ നോക്കി നടത്തിയാ പോയത്. ഭാഗ്യവാൻ. നീ എന്നതായി പറയുന്നത്? അതോടൊരു തീർന്നില്ല എന്റെ ഭാഗ്യം. യവനും ഞാനും കൂടെ പണ്ട് എന്തുമാത്രം നീർക്കാങ്കുടി ഇടുകയും വള്ളം കളിക്കുകയും കടവിൽ വെളുത്തേടത്തി പെണ്ണുങ്ങളെ വലയിടുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ CI സാറേ നിനക്ക്? പിന്നെ അറിയാതെ. നിനക്കറിയാവല്ലോ ബാലകൃഷ്ണ, ഇവന് ശകലം കേരള കോൺഗ്രസിന്റെ ഉപദ്രവമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയോ ഇവൻ അതിൽ ചെന്ന് പെട്ടുപോയതാ, കഷ്ടമായിപ്പോയി. പക്ഷെ ഞാനിതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല കേട്ടോ. എന്നതാ കേരള കോൺഗ്രസിന് കുഴപ്പം? എന്നതാ കേരള കോൺഗ്രസിന് കുഴപ്പം? പിന്നെ കേരള കോൺഗ്രസിന് ഒരു കുഴപ്പവും ഇല്ല. എന്നാലുണ്ടല്ലോ എന്നെ അതിന് കിട്ടുകയല്ല. മാനു സാർ എന്നൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എന്റെ ഇച്ചാച്ചൻ വോട്ട് ചെയ്ത് കോൺഗ്രസിൽ നിന്ന് ഞാൻ മാറുകയല്ല. ഓ, ചോദിച്ചൻ തുടങ്ങി. പിന്നെ അത് തന്നെ, എനിക്കിത് കേട്ട് കേട്ട് മടുത്തു. ഇനിയെങ്കിലും കഥയൊന്ന് മാറ്റിപ്പിടിക്കാൻ എന്റെ ജോയിച്ചാ. എന്നൊക്കെ പറഞ്ഞാലും കോൺഗ്രസിനൊരു കുലമഹിമയുണ്ട്. പിന്നെ എല്ലാ കുലത്തിലും അലപരാധികളുണ്ടെന്ന് ഓർത്ത് സമാധാനിക്കാം. എന്ന് വെച്ചാൽ എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാരോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല കേട്ടോ. കൊച്ചുറാണി 3-4 പ്രാവശ്യം വിളിച്ചായിരുന്നു. ഇനി വിളിച്ചാ ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞേ. ആ, അച്ഛൻ വന്നല്ലോ. കയറി വരണോ? എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെയിം ട്യൂടാ. ഇരിക്കടാ. എങ്ങനെയുണ്ട്? പുളിന്താനത്തിടവകാംഗവും അമേരിക്കൻ മലയാളിയുമായ വിൻസെന്റ് പട്ടിണിക്കാരൻ പ്രത്യേക ദൂതൻ വശം വളരെ ആദരപൂർവ്വം ഈ ആന്റണി അച്ഛന് കൊടുത്തയച്ച മുന്തി ഇനം സ്കോച്ച് വിസ്കി കുടിപ്പിൻ, ആഹ്ലാദിപ്പിൻ. എന്നാ പിടിയച്ചോ, ഒന്ന് മുട്ടിച്ചടാവേ. സണ്ണിച്ചാൻ ഗോവ പള്ളി പോയത് ഇപ്പൊ പണിയായത്. വിശേഷം എന്തെങ്കിലും ഉണ്ടോന്ന് എല്ലാവർക്കും അറിയണം. മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു. അവനവന്റെ കാര്യം നോക്കാൻ ഒരെണ്ണത്തിന് സമയമില്ല. അത് നേരെ. പേഴുമുട്ടിലെ ശോശക്കുട്ടി എന്നോട് പറയുവാ, ഇതിപ്പോ കർത്താവ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ശുഷ്കാന്തി വേണമെന്ന്. ഇപ്പൊ തന്നെ ശുഷ്കാന്തി കുറച്ച് കൂടുതലാ. ഇനി അതങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ചത്തു പോത്തേ ഉള്ളൂ. സണ്ണിച്ചായ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലയോ? ചാവുന്നെങ്കി ചാവട്ടെ, ഇങ്ങോട്ട് വാ. അയ്യോ, എന്റെ ആൻസി, എനിക്കൊരു സംശയം. നീ സന്താന നിയന്ത്രണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അച്ഛനോട് കുമ്പസാരിക്കാറുണ്ടോ? നാടല്ലേ ചോദിച്ചിന്? ഇതൊക്കെ തമ്പരാൻ അറിയാവുന്ന കാര്യമല്ലയോ? അച്ഛനോട് പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, ഇനിയിപ്പോ 1-2 കൊച്ചുങ്ങൾ കൂടെ ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനെല്ലാത്തിനും റെഡിയാ. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. വേണ്ടെങ്കിൽ വേണ്ട. നീ അല്ലയോ ഇതുങ്ങളെ 10 മാസം ചുവന്ന് പിന്നെ തോളെ കയറ്റി തൊട്ടിലാട്ടി പാലും കുടിപ്പിച്ച് ഉറക്കൊളച്ച് താഴെ വീഴാതെ നോക്കി വളർത്തേണ്ടത്. ആലോചിച്ച് നോക്കി വേണ്ടപ്പോ പറഞ്ഞാ മതി, ഞാനിവിടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കുടുംബത്തെ കുറിച്ചാണ്. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് നമ്മുടെയെല്ലാം കുടുംബമാണ്. അതുകൊണ്ട് എല്ലാം നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ ആരംഭിക്കണം. കുടുംബത്തിന്റെ ഭദ്രതയും ദൃഢതയും ബാധിക്കുന്ന രീതിയിൽ നാം ഒന്നും ചെയ്തുകൂടാത്തതാണ്.
നിനക്ക് കെണിയൊരുക്കുവാൻ സാത്താൻ ഒരു നിഴല് പോലെ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്നറിയുക. അവൻ്റെ പ്രലോഭനങ്ങളെ നീ കരുതിയിരിക്കുക. രക്ഷകനായ ദൈവത്തോട് നാം മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. അവനിലുള്ള അടിയുറച്ച വിശ്വാസത്തെ മുറുകെ പിടിക്കുക. പ്രലോഭനങ്ങളിൽ നിന്ന് എന്നെ കാത്തോളണേ കർത്താവേ. പ്രലോഭനങ്ങൾ നരകത്തിലേക്കുള്ള രാജപാതകളാണ്. തിരുവനന്തപുരത്ത് എനക്കെന്നാ പരിപാടി? 1-2 കേസിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. പിന്നെ സെക്രട്ടേറിയറ്റ് കയറി എൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിന്റെ പേപ്പർ എന്തായെന്ന് അറിയണം. ഉള്ളത് പറഞ്ഞാൽ അത് തന്നെ പ്രധാനം. നീ വരുന്ന നമുക്കൊന്ന് ചുറ്റിയടിച്ച് ആഘോഷിച്ചേച്ചു വരാം. ഞാനെങ്ങുമില്ല. ഗോവ ട്രിപ്പിന്റെ ക്ഷീണം ഇതുവരെ തീർന്നില്ല. അതിനെപ്പോ തിരുവാവും. കാശ് എത്രയാ പൊടിഞ്ഞത്? അതങ്ങനെ സൂയിക്ക നോക്കി പൊടിക്കണം. പിന്നെ നീ മാത്രമല്ലല്ലോ പൊടിച്ചത്. എന്നാത്തിനാടാ ഈ കണ്ട സ്വത്തൊക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? നിധി കാക്കുന്ന ഭൂതത്തെ പോലെ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കൻ. അതേടാ, ഞാൻ പിശുക്കൻ തന്നെയാ. അതിനെന്നാ ഇപ്പൊ എത്ര കുറവ്? എനിക്കിപ്പോ കാണുന്നൊന്നും ഞാനായിട്ടുണ്ടാക്കിയതല്ല. അപ്പനപ്പൂപ്പന്മാരുടെ തന്നേച്ചു പോയതാ. അത് നഷ്ടപ്പെടുത്താതെ അടുത്ത തലമുറ ഏൽപ്പിക്കുക എന്നുള്ളതാ എന്റെ കടമ. അല്ലെങ്കിൽ എന്റെ ഇച്ചാച്ചൻ പോലും എന്നോട് ക്ഷമിക്കത്തില്ല. ഇച്ചാച്ചന്റെ മോൻ തന്നെ നീ. പണ്ടിയല്ല പിരിവുകാരൊക്കെ വരുമ്പോ അങ്ങേര് പത്തായത്തിൽ കയറി ഒളിച്ചിരുന്ന കഥയൊക്കെ നല്ല ഓർമ്മയുണ്ട് എനിക്ക്. നമിച്ചേ നമിച്ചു. എഞ്ചിൻ നടക്കുന്നുണ്ടോ എന്ന് ചെവിയോർത്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. മേഡം വേഗം ഇറങ്ങി തള്ളു. കുഞ്ഞത്തിന് കുളപ്പുറം വക്കന്റെ സ്വന്തമാണ്. നീ മറ്റോന്റെ കാശ് മേടിച്ച് കുഞ്ഞത്തിനെ ജയിലിൽ കയറ്റും അല്ലൂടാ. നിന്റെ വക്കീലെ പണിന്ന് ഞാൻ പൂട്ടിക്കും. എന്നെ തല്ലിയാലുണ്ടല്ലോ ഞാൻ ആരാന്ന് നിനക്ക് അറിയാൻ വേണ്ട. നിന്റെ ഗുണ്ടാപ്പണിയൊന്നും എന്റെ അടുത്ത് ഇനിയിപ്പോ ഇതൊരു ശീലമായി പോയി. നീ തള്ളടാ. ഇതാര്? അയ്യോ എന്തുവാ? സണ്ണി കളി ചോറ് തന്ന കൈക്ക് എന്നെ കൊത്തുന്നോ നീ? ഭയങ്കര അണ്ണാശല്യോ അല്ലയോ? ആ ആണെന്നേ. നമസ്കാരം. അല്ല, ഇതാര് കുട്ടപ്പനാ? ഇതെന്നാ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? ചില പുതിയ പതിവുകളൊക്കെ തുടങ്ങി വെക്കാൻ വേണ്ടി വന്നാണെന്ന് കരുതിക്കോ. ഞാനെന്ന് പറഞ്ഞ സംഭാവനയുടെ കാര്യം എന്തായി? സോമാലിയയിലെ പട്ടിണി പാവങ്ങളെ സഹായിക്കാനുള്ളത് അത്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാ. പക്ഷേ കുട്ടപ്പൻ ചോദിച്ചത്രയും തരാനുള്ള പണമൊന്നും എൻ്റെ കയ്യിലില്ല. വല്ല 10-500 ഒക്കെ ആണെങ്കിൽ നോക്കാം. ആർക്ക് വേണം തന്റെ 500 തൂമ്പ? ബൂർഷാസിയുടെ സ്ഥിരം നമ്പർ ആയത്. എപ്പോ ചോദിച്ചാലും ഇതേ പല്ലവി തന്നെ. വല്ല കോൺഗ്രസ്സുകാരോ കേരള കോൺഗ്രസ്സുകാരോ ചോദിച്ചിരുന്നെങ്കിൽ വാരിക്കോരി കൊടുത്തേനെ. അത് മാത്രം പറയും. മാണി സാറോ ഉമ്മൻചാണ്ടി സാറോ നേരിട്ട് വന്ന് ചോദിച്ചാൽ പോലും കാശിന്റെ കാര്യമില്ലയോ, ഞാൻ കൊടുക്കത്തില്ല. നിങ്ങൾ ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഈ പറഞ്ഞ മൂരാജികൾ ചോദിക്കുമ്പോഴാണ് മിസ്റ്റർ പാർട്ടി സംഭാവന ചോദിക്കുന്നത്. നിങ്ങൾ ചരിത്രം പഠിക്കണം മിസ്റ്റർ ജോയ്. പാരീസ് കമ്മ്യൂണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ചിക്കാഗോ തെരുവിധികൾ ഇളക്കിമറിച്ച തൊഴിലാളി മുന്നേറ്റത്തെ കുറിച്ച്, ബൊളീവിയൻ കാടുകളിലെ ഗറില്ല യുദ്ധത്തെ കുറിച്ച്, അൽബേനിയയെ കുറിച്ച്, ആഗോളവൽക്കരണത്തെ കുറിച്ച്, കാറൽ മാർക്സിനെയും ഏംഗൽസിനെയും മഹാനായ ലെനിനെയും സഖാവ് സ്റ്റാലിനെയും കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. പിന്നെ എന്ത് കേട്ടിരിക്കുന്നു? എനിക്ക് അത്രയ്ക്ക് അറിവൊന്നുമില്ലാന്ന് കുട്ടപ്പൻ അറിയാൻ മേലായോ? പിന്നെ EMSനെയും AKGയെയും അച്യുതമേനോനും ഒക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാര്യം ടീച്ചാച്ചൻ മൂരാച്ചി കോൺഗ്രസ്സുകാരനായിരുന്നേലും പിശുക്കനായിരുന്നേലും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടൊക്കെ വലിയ ബഹുമാനമായിരുന്നു. ഒരിക്കൽ പാലായി AKG പ്രസംഗിക്കാൻ വന്നപ്പോൾ കുഞ്ഞായിരുന്നേലും ഇച്ചാച്ചൻ എന്നെയും കൂടെ കൊണ്ടുപോയായിരുന്നു. എന്നതാ ഒരു പ്രസംഗം! മനുഷ്യന്റെ മനസ്സെടുത്തിട്ട് അങ്ങ് അമ്മാനമാടുമല്ലയോ. പറയുന്നതൊക്കെ നമ്മുടെ നെഞ്ചത്തോട്ട് ഇങ്ങനെ ഇടിക്കുക. കുഞ്ഞായിരുന്നേലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അല്ല, ഇവരെ കുറിച്ചൊക്കെ എന്നതാ കുട്ടപ്പന്റെ അഭിപ്രായം? എന്നെ കളിയാക്കണോ താൻ? ഇതുപോലെ പല തവണ താൻ അവഹേളിച്ചിട്ടുണ്ട്. ഒന്നും മറന്നിട്ടില്ല ഞാൻ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തും. നോക്കിക്കോ.
എന്നതാ ഒരറിവ്? ക്യാ ബോല? ഐ ടോൾഡ് യു ഏർലിയർ ബേബി, നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്, ഇങ്ങോട്ട് പോന്നോ. ഇവിടുത്തെ കാര്യമോ? ദാറ്റ് ഐ വിൽ മാനേജ്. അതെന്നേ, വരുന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് വിളിച്ചു പറയാൻ മറക്കണ്ട. ശരി ശരി, ഓക്കെ ഓക്കെ. ഇതെൻ്റെ വലിയൊരു ആശയാണ് സാർ. കഴിഞ്ഞ തവണയും ഞാൻ ട്രൈ ചെയ്തതാ. പക്ഷേ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു വക്കീലിന്റെ കാര്യത്തിന്. ഞാൻ ലോ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിന്റെ കാര്യത്തിൽ വക്കീൽ വെറുതെ ടെൻഷൻ ആവണ്ട. അക്കാര്യം ഞാൻ ഏറ്റു. സമയമാകുമ്പോ പേപ്പർ കയ്യിലെത്തിക്കോളാം. ഓ താങ്ക് യു ആ സാർ. എന്നാ വക്കീൽ വിട്ടോ, അങ്ങ് പാലായിൽ എത്തേണ്ടതല്ലേ. ആ പിന്നെ എനിക്ക് ചിലപ്പോ വക്കീലിന്റെ ഒരു സഹായം വേണ്ടി വരും. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. വിഷയമൊക്കെ അപ്പൊ പറയാം. ഒരു ഡൽഹി കാര്യമാണെന്ന് മാത്രം തൽക്കാലം അറിഞ്ഞാൽ മതി. ആ എനിക്ക് ഈ ഡൽഹി എന്ന് പറഞ്ഞാൽ പത്രത്തിൽ വായിച്ചുള്ള അറിവേ ഉള്ളൂ. പിന്നെ റിപ്പബ്ലിക് ദിനത്തിന് അന്നത്തെ കവാത്തും കൊടി പറപ്പിക്കലും ഒക്കെ ടി വിയിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട് മടുത്തു. ഈ കവാത്തെല്ലാം നടത്തിയിട്ടും നമ്മുടെ വീട്ടിൽ വരുന്ന ധർമ്മക്കാർ കൂടിയിട്ടുള്ളതല്ലാതെ കുറഞ്ഞിട്ടുണ്ടോ? അവർ ഈ മറുഭാഷ വിളിച്ച് കൂവിയതുകൊണ്ട് ഇവിടുത്തെ പാവങ്ങൾക്ക് കഞ്ഞി കിട്ടുമോ? ജോയിച്ചൻ എന്നാ ഇന്നൊരു പ്രത്യേക ഡൽഹി വിരോധം? അല്ലടി ആൻസേ, കുറച്ചു മുമ്പ് സണ്ണി വിളിച്ചായിരുന്നു. അവനെന്തോ ഡൽഹി പ്രശ്നമുണ്ടെന്നും പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഡൽഹിയിൽ നിന്ന് ഇവിടെ ഇങ്ങനെ അറ്റത്ത് കിടക്കുന്ന പാവം സണ്ണിയുടെ ജീവിതത്തിലൂടെ ഒരു പ്രശ്നം എത്തിപ്പിടിച്ച് വരുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഇന്ന് എത്രയുണ്ട് തങ്കച്ചാ ഷീറ്റ്? 45 ഉള്ളൂ. ആ 2-3 ദിവസമായിട്ട് മൂടിക്കെട്ട് കിടക്കുമായിരുന്നല്ലോ. ഇന്നൊരു തെളിച്ചമുണ്ട്. വരണം വക്കീലേ. എന്നതാടാ വക്കീലേ നിനക്ക് രാവിലെ ഇത്ര ഗൗരവം? നിന്റെ കേരള പിന്നെയും പിളർന്നു? അതോ നിന്റെ ഏതെങ്കിലും കള്ളസാക്ഷി മറുകോടടിച്ചോ? അതോ നിനക്ക് എയ്ഡ്സ് പിടിച്ചു? എന്നതാടാ? സംഗതി കുറച്ച് സീരിയസാ. നീ വന്നേ. എടാ ജോയി, എനിക്ക് നിന്റെ വീട്ടിൽ ഒരാളെ, ചിലപ്പോൾ 2 പേരെ ഒളിപ്പിക്കണം. എന്റെ കർത്താവ്, എന്റെ വീട്ടിൽ ആളെ ഒളിപ്പിക്കാൻ? നീ എന്റെതാ നീ പറയുന്നത്? ഞാൻ പറയുന്നത് വേണ്ട. വല്ല കൊലപാതകളോ തീവ്രവാദികളോ മറ്റോ വന്നോടാ? ജോയി, നിനക്കെന്നെ കീന ഇളകിയോ? ഞാനും ആൻസിയും പിള്ളേരും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴാണ് നടക്കുന്ന കാര്യം വന്നു. നീ ഒന്ന് അടങ്ങ് ജോയി. ഇത് തീവ്രവാദിയും കൊലപാതകവും ഒന്നുമല്ല, ഒരു പെണ്ണും ചെറുക്കനുമാ. പെണ്ണും ചെറുക്കനും? അതേടാ, കാമുകന്മാർ. കാമുകന്മാർ? ഈ കാമുകന്മാരെന്നൊരു വർഗമുള്ള നേരാന്നറിയാം. അവർ ഒളിച്ചോടിപ്പോയതിന്റെയും ആത്മഹത്യ ചെയ്തതിന്റെയും വാർത്തകൾ എത്രയാ പത്രത്തിൽ വായിക്കുന്നത്? ഈ സ്നേഹിച്ചെന്നും വെച്ച് ഓടിച്ചാടി മരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഭാര്യയോട് മര്യാദയും പറഞ്ഞ് പിള്ളേരുമായിട്ട് എന്നെ പോലെ ജീവിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കാമുകന്മാരെ നേരിട്ട് കണ്ടിട്ടില്ല. കഥയിലും നോവലിലൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചാച്ചൻ്റെ കണ്ണം വെട്ടിച്ച് കുഞ്ഞുനാളിലെ പോയി കണ്ട സിനിമയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നേരല്ലല്ലോ. നമ്മൾ ഈ കാട്ടിൽ തന്നെ അങ്ങനെ കഴിഞ്ഞാലോ? അങ്ങനെ കെട്ടിപ്പിടിച്ച് പാട്ടും പാടി ഈ കാട്ടിൽ അങ്ങനെ നടക്കാം. വിശക്കുമ്പോ അയ്യോ വിശപ്പോ? പ്രേമം വന്നാൽ ആർക്കെങ്കിലും വിശപ്പ് വരുമോ? വാസ്തവത്തിൽ എന്നതാടാ ഈ പ്രേമം? ആണും പെണ്ണും ഒളിച്ചോടി പോകുന്നതൊക്കെ അതിനു വേണ്ടിയല്ലയോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ആൻസിയോടും എനിക്ക് കൊച്ചറാണിയോടും ഉള്ളതൊക്കെ പിന്നെ എന്നതാ? എനിക്കറിയാൻ മേല. ഉള്ളത് പറയാമല്ലോ. ആൻസിയെ കല്യാണം കഴിച്ച പിന്നെ ഞാൻ ഒരു പെണ്ണിനെയും വിലയിട്ടിട്ടില്ല. പിന്നെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന 1-2 പെണ്ണുങ്ങളെ നോട്ടം ഇട്ടിട്ടുണ്ട്. എന്നാലും ആൻസിക്ക് എന്നോടുള്ള നോട്ടത്തിൻ്റെ ചിന്ത വരുമ്പോൾ ആ നോട്ടം അങ്ങ് പമ്പ കിടക്കും. നീ ഈ കാമുകന്മാരെ കണ്ടിട്ടുണ്ടോ സണ്ണി? അങ്ങനെ ചോദിച്ചാ ഞാനും ഇത് ആദ്യമായിട്ട് തന്നെ ഇവരെ കാണാൻ പോകുന്നു. പഠിക്കുന്ന കാലത്ത് പോലും നമുക്കിതിനൊന്നും നേരമില്ലായിരുന്നല്ലോ. പിന്നെ നിന്നെയും ആൻസിയാ ആ കൂടെ കണ്ടിട്ടുള്ളത്. അതുകള ഞാനും ആൻസിയും സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ. പ്രേമം പോയിട്ട് പകൽ ഞാൻ അവളുടെ അടുത്ത് ഇരുന്നിട്ട് പോലുമില്ല. ഈ കാമുകന്മാരെന്ന് പറഞ്ഞാൽ രാത്രിയും പകലും ഒരുപോലെ കെട്ടിപ്പിടിച്ചിരിക്കുന്നവരല്ലോടാ സണ്ണി. നമുക്കിതൊന്നും വിധിച്ചിട്ടില്ലടാ ജോയി. പണ്ട് പുല്ലാനിക്കാട്ടിലും തോട്ടറമ്മിലും ഒക്കെ പുല്ലിയത്തുകാരുടെ പുറകെ പമ്മി നടക്കുമ്പോൾ ഓർക്കണമായിരുന്നു. നമുക്കൊന്ന് പ്രേമിച്ചാൽ മതിയായിരുന്നു. പോയത് പോയി. ഒളിച്ചോടി കണ്ട ഹോട്ടലൊക്കെ താമസിച്ചു വരുവാന്ന് വെച്ചാ എന്നതാടാ? ഗർഭമായോ? ആന്നോടാ? നീ ഉള്ള സത്യം പറ.
എന്നാ പറഞ്ഞാലും എൻ്റെ സണ്ണി എനിക്ക് ഈ ഗർഭം കലക്കാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഏതായാലും അതിനൊന്നുമില്ല. എനിക്കതൊക്കെ കേൾക്കുന്നതേ പോലെ ഏതാണ്ട് പോലെ. ഓ വലിയൊരു വിശുദ്ധൻ. പണ്ട് കല്യാണി ആശാട്ടിയുടെ മോള് വനജയ്ക്ക് 5000 രൂപ എണ്ണിക്കൊടുത്തത് എന്നാത്തിനായിരുന്നു ഓർക്കുന്നില്ലായിരിക്കും. നീ ഒന്ന് പതുക്കെ പറ. അത് അവിടെ എന്നെ പറ്റിച്ചെല്ലിയൂടാ. അവൾക്ക് ഗർഭമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അതെന്നതേലും ആവട്ടെ, പക്ഷെ ഇതൊന്നുമല്ല പ്രശ്നം. യവൻ അവളുടെ രോമത്തെ പോലും തൊട്ടിട്ടില്ല. ഇത് ഞാൻ അവർ രണ്ടുപേരോട് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കിയതാ. ഓഹോ, അപ്പൊ വക്കീലാന്നും പറഞ്ഞ് നീ ഇതൊക്കെയാണോ അന്വേഷിക്കുന്നത്? അതിന്റെയൊക്കെ ആവശ്യം വരുമെന്ന് വെച്ചു. എടാ എനിക്ക് ഇപ്പൊ ഈ കാര്യത്തിലുള്ള ഇൻട്രസ്റ്റ് എന്താന്ന് വെച്ചാ, പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിനുള്ള എന്റെ ഫയല് ഡീൽ ചെയ്യുന്ന ലോ സെക്രട്ടറി യോഹന്നാൻ സാർ കാമുകിയുടെ ഇപ്പാപ്പന. അങ്ങേർക്ക് അവളെ വലിയ കാര്യമാ. ഇതാ അന്ന് അങ്ങേര് സെക്രട്ടേറിയറ്റ് വെച്ച് പറഞ്ഞ ഡൽഹി കാര്യം. നമുക്കിതൊന്ന് വേണ്ട പോലെ കൈകാര്യം ചെയ്യണം. നീ അതിനെന്നെ ഒന്ന് സഹായിക്കണം. അല്ല, എന്നാ പിന്നെ നിനക്ക് അവരെ നിന്റെ വീട്ടിൽ ഒളിപ്പിച്ചാലെന്നെ? നിനക്കറിയാമല്ലേ ജോയി, കൊച്ചുറാണിയുടെ കാര്യം. ഒരു 10 പത്രത്തിൽ പരസ്യം ചെയ്യുന്നതിന്റെ ഫലം ചെയ്യും അവളുടെ നാക്ക്. അതും ശരിയാ. 2 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ ആലോചിക്കുന്നത്. ഒന്ന്, നിനക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉദ്യോഗം കിട്ടണം. ഒരുപാട് നാളത്തെ നിന്റെ വലിയൊരു ആശയാണ്. പിന്നെ ആ ചെലവിൽ നമുക്ക് കാമുകന്മാരെ ഒന്ന് നേരിട്ട് കാണുകയും ചെയ്യാം. നീ വിഷമിക്കാതെ റസണി, നമുക്ക് എന്നതേലും ഒരു വഴി ഉണ്ടാക്കാം. ആൻസിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യമാണ്. അതും നീ എനിക്ക് വിട്ടേരെ, ഞാൻ ഏറ്റു. ആൻസിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. കുറെ നാള് കൂടി നീ വീട്ടിൽ പോന്നതല്ലേ, 2 ദിവസം അവിടെ നിന്നിട്ട് വന്നാ മതി. പുതിയതാ, അന്നയ്ക്ക് ചേരുന്നില്ല. നിന്റെ ചേടത്തിന്റെ മൂക്ക് കൊടുത്തേര്. എനിക്കിപ്പോ പോണമെന്നൊന്നും ഇല്ലായിരുന്നു. അതെന്നാ നീ അങ്ങനെ പറഞ്ഞത്? അപ്പനെ അമ്മയൊക്കെ ഇടയ്ക്കൊക്കെ പോയിന്ന് കാണണ്ടായോ? എപ്പോഴാ തിരിച്ചു വരണ്ടേന്ന് കൃത്യമായി ഞാൻ മേരി മേളമ്മയെ വിളിച്ച് പറഞ്ഞേപ്പിച്ചോളാം. നിർബന്ധിച്ച് പറഞ്ഞാൽ പോലും ഒരു ദിവസമെങ്കിലും മാറി നിൽക്കാൻ സമ്മതിക്കാത്ത ആളാ ഈ ചേച്ചിക്ക്. ഇതെന്നാ പറ്റി? ഇവിടെ എന്നതാ ചേച്ചി വിശേഷം? ഒരു വിശേഷവും ഇല്ല. നീ എന്നത്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? ചിലപ്പോ എന്റെ വീട് വരെ ഒന്ന് പോകേണ്ടി വരും, അത്രേ ഉള്ളൂ.